ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. അതാണ് ഈ രാത്രി ഫേസ് പാക്ക് ഒക്കെ ഇട്ട് നിൽക്കണേ. രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഇനി ഒന്നിനും സമയം കിട്ടില്ല. കാര്യം പറയാൻ മറന്നു, മോന്റെ ചോറൂണാണ്. നമ്മളെ ഗുരുവായൂർക്കാണ് കേട്ടോ പോണത്. ഒരു 4:30 ആയപ്പോ തന്നെ എല്ലാവരും എണീറ്റ് റെഡിയാവാൻ തുടങ്ങിട്ടോ, ഇല്ലെങ്കിൽ ഇനി ആകെ തിരക്കാവുമല്ലോ. ഒരു 7 മണി 7:30 ഇറങ്ങാനാണ് കേട്ടോ വിചാരിക്കണത്. ആ ടൈമിലേക്ക് ഏട്ടനും ഫാമിലിയും വരും. പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല ഇരുട്ടാണ്, വെളിച്ചൊന്നും വീണിട്ടില്ല. പിള്ളേർക്കുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പോണേ. 2 ഡോഗ്സ് ഉണ്ട്. അങ്ങനെ ഇനി റെഡി ആവാൻ നോക്കാണ്. പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് റെഡി ആയത് ഞാനാട്ടോ. മുടിയൊന്നും കെട്ടാൻ പറ്റില്ല, വെറുതെ സ്ലൈഡ് വെച്ചിട്ട് ഇറങ്ങി. വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം ലാഗ് അടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഏട്ടന് ദേഷ്യം വരും. ഏതപ്പനൊരു നീല കുർത്തയും കസവും മുണ്ടാണ് കേട്ടോ. മുണ്ട് നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ട് കൊടുക്കണുള്ളൂ, അതുകൊണ്ട് ബാഗിൽ വെച്ചിരിക്കുകയാണ്. കുഞ്ഞപ്പു പിന്നെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ വേഗം ഉറങ്ങിക്കോളും, കലാപമൊന്നും ഉണ്ടാക്കില്ല. ഞങ്ങള് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചോറൂണ് കഴിഞ്ഞിട്ട് കഴിക്കാന്നാണ് വിചാരിക്കണത്. അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടോ. എത്തിയതൊന്നും ഞാൻ അറിഞ്ഞില്ല, എനിക്ക് സ്ഥലമൊന്നും അറിയണ്ടായിരുന്നില്ല. പാർക്കിങ്ങിൽ തന്നെ മുല്ലപ്പൂ വെക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു, അതുകൊണ്ട് മുല്ലപ്പൂ ഒക്കെ മേടിച്ചു. എല്ലാവർക്കും 2 മുഴം മുല്ലപ്പൂ മേടിച്ചു. മോനിപ്പോ അത് 8th month ആണ് കേട്ടോ. 6th monthലാണല്ലോ സാധാരണ ചോറൂണൊക്കെ നടത്തുക. ആ ടൈമിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 പേരും സെറ്റ് മുണ്ടാണ് കേട്ടോ എടുത്തത്. 3ഉം നമ്മുടെ സ്റ്റോറിൽ നിന്ന് തന്നെയാണ്. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ചെയ്യൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, മെസ്സേജ് ചെയ്തോളൂ. നമ്മുടെ കയ്യിൽ കുറെ കസവ് സാരീസിന് സെറ്റ് മുണ്ട് കളക്ഷൻസും ഉണ്ട്. ഒരു 5 ദിവസത്തിന്റെ ഉള്ളിലൊക്കെ ഡെലിവറി ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളിപ്പോ ഈ പോണത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. പ്ലാനൊക്കെ മാറ്റി, നല്ല വിശപ്പുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം വെച്ചിട്ടാണ് കയറിയത്. പക്ഷെ ഇഡലിയും പൂരിയും ഒക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഭക്ഷണം കഴിച്ചപ്പോ എല്ലാവരും നല്ല ഉഷാറായിട്ടോ. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്, വീഡിയോ ആണെന്ന് പിന്നെയാ മനസ്സിലായത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ വരണത്, ഗുരുവായൂർ വരണത്. അപ്പൊ അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കിടക്കോട്ടോ. ഭയങ്കര വേറെ ഒരു മൂഡായിരുന്നു കേട്ടോ അകത്ത് കിടന്നപ്പോഴത്തേക്കും. ഇതിപ്പോ ചോറൂണൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഉള്ളിൽ പിന്നെ ഫോണൊന്നും അലൗഡ് അല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പായസമൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ട് അല്ലെ കുഞ്ഞീഷ്ണനെ കാണാൻ. എനിക്ക് ഒരെണ്ണം മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിന്നീട് ആവാന്ന് വെച്ചു. ഞാൻ ഇവിടുന്ന് ഒരു കുഞ്ഞു ഗണപതിനെ മേടിച്ചു കേട്ടോ. പിന്നെ മോനൊരു ചെണ്ടയും അനിയത്തിക്ക് എന്തോ മൈലാഞ്ചിയോ അങ്ങനെ എന്തൊക്കെ കൂടി മേടിച്ചു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ നിൽക്കാണ്. നല്ല വിശപ്പുണ്ട്. നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ള അതേ റെസ്റ്റോറന്റിൽ തന്നെ കയറി നല്ല ഊണ് കഴിക്കാൻ ഓർത്തു. മോൻ അപ്പോഴത്തേക്കും ടേബിളിൽ കയറി ഇരിക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടെ വരുന്ന ചേച്ചിമാരൊക്കെ മോനോട് മാമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കൊഞ്ചിക്കൊക്കെ ആയിരുന്നു. അവന് പിന്നെ എല്ലാവരുടെ കംഫർട്ടാ. ഒരുപാട് തിക്കും തിരക്കും ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടി കരയുള്ളൂ. അങ്ങനെ ഏട്ടൻ മോനെയും കൊണ്ട് പുറത്തേക്ക് പോയി. എന്നിട്ട് നമ്മൾ ഊണ് കഴിക്കാനിരുന്നു കേട്ടോ. നല്ല മട്ടേരി ചോറും കറികളും ഒക്കെ ആയിരുന്നു. 2 തരം ചോറുണ്ട്, മട്ടേരിയും ഉണ്ട്. 2 3 തരം ചോറുണ്ടായിരുന്നു. നമ്മൾ മട്ടയാ പറഞ്ഞത്, എനിക്ക് അതാ കൂടുതൽ ഇഷ്ടം. കുറെ കറികളും സാമ്പാറും രസവും തൈരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗോതമ്പ് പായസമാണെന്ന് തോന്നുന്നു. ചോറ് അധികം കഴിക്കാൻ പറ്റിയില്ല, പായസം കഴിക്കാൻ വേണ്ടിയിട്ട്. ഊണൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി തോന്നുന്നു. എല്ലാവരും നന്നായിട്ട് കഴിക്കണ കണ്ടു. ഇനിയിപ്പോ വിശപ്പിന്റെ ആണോന്ന് അറിയില്ല. രാവിലെ 2 3 ഇഡലിയല്ലേ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഊണ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മോന് പാപ്പു കൊടുക്കാനായിട്ട് വന്നു കേട്ടോ. മോന് പാപ്പു ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് പഴം ചേർത്തിട്ട് അത് കൊടുത്തു. പഴം ഉണ്ടെങ്കിൽ മോൻ നന്നായിട്ട് ഫുഡ് കഴിച്ചോളും, നല്ല ഇഷ്ടമാണ്. റാഗിയുടെ കൂടെയും ഓട്സിന്റെ കൂടെയും ഒക്കെ ചെറുപഴം ചേർക്കാറുണ്ട്. പിന്നെ യോഗേർട്ടും നല്ല ഇഷ്ടാട്ടോ. അങ്ങനെ നമ്മള് പാർക്കിങ്ങിലേക്ക് വന്നു. ഇനിയിപ്പോ നേരെ പോണത് ആനക്കോട്ടേക്കാണ്. ഇവിടെ നല്ല വെയിലാട്ടോ, നിക്കാൻ പറ്റണ്ടായിരുന്നില്ല. അങ്ങനെ മോന്റെ ചോറൂണൊക്കെ നന്നായിട്ട് കഴിഞ്ഞു. ഞങ്ങൾക്ക് 3 പേർക്കും ചോറൂണ് കഴിഞ്ഞിട്ട് നേരെ ഉള്ളിൽ കയറി തൊഴാനൊക്കെ പറ്റിട്ടോ. ചോറൂണ് ഇത്തിരി തിരക്ക് പിടിച്ചിട്ടായിരുന്നു, എല്ലാവരുടെ ഫോട്ടോസും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ആനക്കോട്ട എത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ പകുതിയായി. എനിക്ക് വയ്യാന്നാണ് മനസ്സ് പറയണേ. പക്ഷെ എന്നാലും ആനയൊക്കെ ഒന്ന് കാണണം. ഞാൻ 1ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുമ്പോ ഇവിടേക്ക് ട്രിപ്പ് വന്നതാ സ്കൂളിൽ നിന്ന്. പിന്നെ ഈ വഴിക്കൊന്നും വന്നിട്ടേ ഇല്ല. പുറത്തൊക്കെ നല്ല വെയിലും ചൂടാണേലും അകത്തേക്ക് കയറിയപ്പോ ആനക്കോട്ടയുടെ ഉള്ളിലേക്ക്, ആനപ്പന്തി എന്താ പറയാന്നറിയില്ല, ഇവിടെ ഉള്ളിലേക്ക് കയറിയപ്പോ പുറത്തുള്ള അത്രയും ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അതിന്റെ ഒരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആനകളെ കണ്ടു തുടങ്ങുകയാണ്. ഏതപ്പൻ ആദ്യമായിട്ടാട്ടോ ആനയെ കാണുന്നത്. അവൻ എങ്ങനെ എന്താ പറയാ റിയാക്ട് ചെയ്യുന്ന അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഞങ്ങളൊക്കെ. പക്ഷെ അവന് നല്ല ഇഷ്ടപ്പെട്ടു, പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കൈ കാട്ടിയിട്ടൊക്കെ ആനയെ വിളിക്കണൊക്കെ ഉണ്ടായിരുന്നു.
ഏതപ്പം പൊതുവെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു രസം കാണിക്കാറില്ല. പക്ഷെ അവിടെ ഈ മോനെ കണ്ടപ്പോ കൈയൊക്കെ കാണിക്കണ്ടായിരുന്നു. കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇത്രയും വലിയ ആന അപ്പുറത്തുണ്ടായിട്ട് അവന് ഈ നോക്കി നിക്കണതിന്റെ കാരണം എന്താണെന്നറിയോ? ഇതാണ് കാരണം. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. അത് പോട്ടെ. ഈ ആനയ്ക്ക് എന്തോ മതപ്പാട് എന്തോ ഉണ്ട് കേട്ടോ. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അധിക നേരം അവിടെ നിൽക്കരുത് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് പോയി. പിന്നെ ഞങ്ങളുടെ കുറച്ച് വീഡിയോസ് എടുത്ത്, കുറച്ചല്ല ഈ ഒരൊറ്റ വീഡിയോ ഉള്ളൂ. അമ്മയൊക്കെ ആദ്യമേ വന്നിരുന്നു കേട്ടോ. കാരണം ആനയെ പേടിയാണ്. അതുകൊണ്ട് സ്പീഡില് എല്ലാം കവർ ചെയ്ത് പോയി. ഞങ്ങൾ എത്തനേക്കാളും മുന്നേ അമ്മ അവിടെ വന്നിരിക്കായിരുന്നു. ഇനി നമ്മൾ നിക്കണില്ല, ഇറങ്ങാണ്. നല്ല വെയിലും ക്ഷീണവും ഉറക്കവും എല്ലാം ഉണ്ട്. ഏതപ്പൻ ആനയെ കണ്ട് മതിയായിട്ടില്ല കേട്ടോ. അവൻ ഓരോ ആനകളെയും വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഈ ബ്ലൂ ഷർട്ട് എന്റെ അനിയനാണ് കേട്ടോ. വീഡിയോസിലൊന്നും ജമ്മം ചെയ്ത വരൂല. പക്ഷെ എന്തോ ഇതില് എനിക്ക് കുറെ ക്ലിപ്പിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അവനെ. കൈ നിറയെ കുപ്പിവെള്ളം ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇടാൻ നേരത്തെ എല്ലാം പൊട്ടിപ്പോയി. അവസാനം ഇന്ന് 4 ഇട്ട് ഇറങ്ങേണ്ടി വന്നു. പിന്നെ ഒരു കുഞ്ഞു കമ്മലും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ മകൻ മൊമെന്റ്സ് ആണേ. അച്ഛനെ നമുക്ക് അങ്ങനെ എപ്പോഴും കിട്ടാറില്ല. വീക്ക്ലി വൺസ് ഒക്കെ കിട്ടാറുള്ളൂ. അതുകൊണ്ട് അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛന്റെ കൂടെയാണ് ഇതപ്പൻ. പിന്നെ അത് ഏട്ടന്റെ അനിയനും പിന്നെ എന്റെ അനിയത്തിയാണ് കേട്ടോ. രണ്ടും കൂടെ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുക. ഫാക്കൂന് എന്തായാലും ഫാക്കൂന്നാണ് കേട്ടോ അവളെ വിളിക്കുക. കുറെ സ്റ്റോറിക്കും പോസ്റ്റിനൊക്കെയുള്ള വകയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുകയാണ്. അവിടെ അച്ഛനും അമ്മയതേ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ. റെഡ് സാരി ഏട്ടന്റെ അമ്മയും വൈറ്റ് ഷർട്ട് അച്ഛനുമാണ് കേട്ടോ. അമ്മ സെറ്റ് മുണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പറ്റിച്ച് പട്ടുസാരി എടുത്തിട്ട് വന്നു. ഒരു പട്ടിക്കുട്ട നല്ല ഉറക്കാണ്. ആനകളുടെ ഇടയിൽ കൂടെ ഒക്കെ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് നടന്നു പോകണം ഇവനെ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും ദാഹവും ക്ഷീണമൊക്കെ ആയിട്ട് ഞാനും അമ്മയും ഐസ്ക്രീം കഴിച്ചു. ബാക്കി എല്ലാവരും സംഭാരവും കുടിച്ചു കേട്ടോ. ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം. അമ്മയ്ക്ക് എപ്പോഴും അത് കഴിക്കണം. ഞാനും അത് മേടിച്ചു. നന്നായിരുന്നു കേട്ടോ. പക്ഷെ സംഭാരം കുടിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി റീഫ്രഷ് ആവുമായിരുന്നു. ഐസ്ക്രീം കഴിച്ച് നമുക്കൊരു മട്ടിപ്പല്ലേ വരാം മധുരത്തിന്റെ. അങ്ങനെ നമ്മൾ ഏട്ടന്റെ വീട്ടിലെത്തി. വയ്യാതായിരിക്കണം. ഇനി ഒന്ന് ഉറങ്ങിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ തല പൊങ്ങൂല. ഞാനും അനിയനും സൈഡായി. ബാക്കി എല്ലാവരും ഓരോ സൈഡായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് പുറത്ത് വന്ന് നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും എനിക്ക് ഒന്ന് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ചായ ഒക്കെ കുടിച്ചു എന്ന് തോന്നുന്നു. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വരണ ഡോഗ്സ് ആണ് കേട്ടോ. വീട്ടിലത്തെ അല്ലെങ്കിലും എല്ലാവരും ഇവിടൊക്കെ തന്നെ ഉണ്ടാവാറുള്ളത്. സെറുവിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ഇതുവിനിപ്പോ എന്തോ പേടിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയത്. ഇത് ഞാൻ മേടിച്ച കുഞ്ഞു ഗണപതിയാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ. അപ്പൊ ചോറൂണ് വിശേഷം ഇത്രയുള്ളൂ. ടാറ്റാ.